എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ മൂന്നാം ഭാഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ പരീക്ഷകളാണ്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രമാണ്, അതുപോലെ കെമിസ്ട്രി രസതന്ത്രം, അതുപോലെ ബയോളജി എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രമാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച ഗണിതശാസ്ത്രമാണ്, അതായത് മാത്സ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു മിനിമം ഒരു 60 മാർക്കെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു 30 മാർക്കെങ്കിലും വിദ്യാർത്ഥികൾ വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ മാർക്ക് വായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് +1 അഡ്മിഷന് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാവുന്നതിനും അതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് കോമ്പിനേഷനിലേക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും കൂട്ടുകയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് SSLCയുടെ റിസൾട്ട് എപ്പോഴാണ്, അതുപോലെ തന്നെ +1 അഡ്മിഷൻ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ SSLCയുടെ റിസൾട്ട് കാര്യം നോക്കാം. SSLCയുടെ റിസൾട്ട് വരിക ഏപ്രിൽ 15 അല്ലെങ്കിൽ 20 തീയതിക്ക് ഇടയിലായിട്ടായിരിക്കും. അതായത് ഒന്നുകിൽ ഏപ്രിൽ 15-നായിരിക്കും, അതല്ലെങ്കിൽ ഏപ്രിൽ 20-ാം തീയതിയോ അതിനുശേഷം, അതായത് എന്തായാലും ഏപ്രിൽ 20-നുള്ളിൽ വരും. അതായത് നിങ്ങളുടേത് ഒരു ഏപ്രിൽ 15-ാം തീയതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. വാല്യുവേഷൻ സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ ഏകദേശം ഒരു ഏപ്രിൽ 20-നുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ആയിരിക്കും. അതായത് ഏപ്രിൽ 15 ആകുമ്പോഴേക്കും റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികളുടെ +1 അഡ്മിഷൻ. അപ്പോൾ SSLC റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾക്കൊരു A+ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്കൊരു A ഗ്രേഡേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ നിങ്ങളുടെ എഴുതിയ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി വേണ്ടവർക്ക് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. അതുപോലെ റിസൾട്ട് ഇട്ട മാർക്കും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക്, അതായത് സ്ക്രൂട്ടിനിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റീവാലുവേഷൻ അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യം A ഗ്രേഡ് ആണ്, എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപേക്ഷിച്ച ശേഷം A+ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ, അതായത് 400 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് സ്കൂളിൽ നിന്ന് തരുന്നത് ആയിരിക്കും. റീവാലുവേഷൻ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിക്ക്, അതായത് A ഗ്രേഡാണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് B+ മാറുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡായിട്ടായിരിക്കും കണക്കാക്കുക. അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ റീവാലുവേഷന് ശേഷം ഉള്ളതാണോ റീവാലുവേഷന് മുമ്പുള്ളതാണോ ഏതാണ് കൂടുതൽ ഗ്രേഡ് ആയിട്ടുള്ളത് അതാണ് പരിഗണിക്കുക. അതായത് A ഉള്ള വിദ്യാർത്ഥി റീവാലുവേഷന് ശേഷം B+ ആയിട്ടുണ്ടെങ്കിൽ അത് A ഗ്രേഡാണ് പരിഗണിക്കുക. അതുപോലെ A ഗ്രേഡ് A+ ആയിട്ടുണ്ടെങ്കിൽ A+ ആണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് +1 അഡ്മിഷൻ്റെ കാര്യം നോക്കാം. അതുപോലെ തന്നെ SSLC പരീക്ഷ ഫെയിൽഡ് ആവുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ SSLC സേ പരീക്ഷകൾ, അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സേ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് +1 അഡ്മിഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ +1 അഡ്മിഷൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് +1 അഡ്മിഷനായിട്ടുള്ള അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് മെയ് മാസത്തിലായിരിക്കും. അതായത് മെയ് മാസം എന്ന് പറയുമ്പോൾ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ ഒരു +1 അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് SSLCയിൽ ഫെയിൽഡ് ആയി കഴിഞ്ഞ വിദ്യാർത്ഥികൾ, SSLC സേ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ എപ്പോഴാണ് ഇതിന് അപേക്ഷിക്കുക എന്നുള്ളത്. കാരണം +1 അഡ്മിഷന് അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് SSLC ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമായിരിക്കും. SSLC തോറ്റൊരു വിദ്യാർത്ഥിക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ആ ഒരു സമയത്ത് പറ്റില്ല. അപ്പോൾ SSLC ഫെയിൽഡ് ആയിട്ടുള്ള, അതായത് SSLC തോറ്റ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് SSLCയുടെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് +1ൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട്, അതായത് +1ൻ്റെ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് SSLC സേ പരീക്ഷയുടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാം, അതായത് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അതിനുശേഷം +1 അഡ്മിഷൻ നേടാനും സാധിക്കും. അതായത് SSLC ഫെയിലായ വിദ്യാർത്ഥികൾ, അതായത് SSLC തോറ്റ വിദ്യാർത്ഥികൾ SSLC സേ പരീക്ഷ എഴുതി ജയിക്കുക. അതിനുശേഷം +1ൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള, അതായത് SSLC ജയിച്ച വിദ്യാർത്ഥികൾ +1ൻ്റെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത് മെയ് മാസത്തിലാണ്. നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു +1 അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷാ നടപടികൾ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് +1ൻ്റെ അഡ്മിഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് SSLCയിൽ നിങ്ങൾക്ക് ആകെ 10ാം ക്ലാസ് എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമാണ് നോക്കുന്നതെങ്കിൽ +1ൻ്റേത് 2 തരത്തിൽ അലോട്ട്മെൻറ്റുകളുണ്ട്. ഒന്നാമത്തേത് HSC എന്നുള്ളത്, രണ്ടാമത്തേത് VHSC എന്നുള്ളത്. അപ്പോൾ VHSCയും HSCയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. HSC എന്ന് പറഞ്ഞാൽ സാധാരണ കോഴ്സ് പഠിപ്പിക്കുന്നത്, +1ൻ്റെ
ഈ ഒരു +1ൻ്റെ ഈ ഒരു ഹ്യൂമാനിറ്റീസ്, അതുപോലെ കൊമേഴ്സ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു കോഴ്സുകൾ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ കോഴ്സുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഒരു തൊഴിലിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSCയിലേക്കുള്ള കോഴ്സുകൾ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ VHSC അതായത് ഈ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഏതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് ഒരു കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അത്രമാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് HSCയിൽ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കുന്നില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾ +1 അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹം അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു +1 അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകേണ്ടത്. അതായത് നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു +2 ശേഷം നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനാണ് താല്പര്യം, അല്ലെങ്കിൽ വല്ല ശാസ്ത്രജ്ഞനോ അങ്ങനെ എന്തെങ്കിലും ആവാനൊക്കെയാണ് താല്പര്യമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലെ ബയോളജി സയൻസിലേക്കുള്ള അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ സയൻസിൽ അതായത് ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ബയോളജി സയൻസിൽ അപേക്ഷിക്കാം. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ബയോളജിയുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബയോളജിയുള്ള അതായത് ഗ്രൂപ്പ് B കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടാകും. അതുപോലെ മാത്സ് ഇല്ലാത്തവർക്ക് മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ള അവസരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബയോളജി സയൻസ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സെയിം വാല്യൂ തന്നെയായിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചാലും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +2 ശേഷം എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ കോഴ്സിന് മുൻഗണന നൽകി ഓപ്ഷനുകൾ നൽകേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് HSCയിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ നൽകുന്നതിനായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാനായിട്ടും 2 വെബ്സൈറ്റുകളാണ് ഉള്ളത്. ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അതായത് hscap.kerala.gov.in എന്ന ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ വെബ്സൈറ്റാണ് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ്. അതുപോലെ VHSCയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ vhscap.kerala.gov.in അതായത് VHSCap വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ് VHSCAPൻ്റേത് ഫുൾ ഫോം. HSCAP എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ്. vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം. രണ്ടിനും 2 അപേക്ഷകളാണ് നൽകേണ്ടത്. ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ HSCAPലൂടെയും അപേക്ഷിക്കണം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൂടി താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ vhscap.kerala.gov.in എന്ന VHSCയുടെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ 2 അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറി താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി മാത്രമായിട്ട് അപേക്ഷിക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രം താല്പര്യമുള്ളവർ അത് മാത്രമായിട്ട് അപേക്ഷിക്കാം. അതുപോലെ ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും താല്പര്യമുള്ളവർ 2 വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒരു 25 രൂപ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഇനത്തിലായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അല്ലാതെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും നൽകേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് കഫേ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവരുടെ ഫീസ് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും. അല്ലാതെ അലോട്ട്മെൻറ്റിനായിട്ട് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ SSLC റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഈ മാസത്തോടെയായിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു HSCAPലൂടെ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലൂടെ, അതായത് HSCAP എന്നത് ഹയർ സെക്കൻഡറി അഡ്മിഷനായിട്ടാണ്, VHSCAP വെബ്സൈറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും VHSC അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും അപേക്ഷിക്കുക. രണ്ടിലും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 2 വെബ്സൈറ്റുകൾ വഴിയും അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാവുന്നതും അതുപോലെ താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും സ്കൂൾ കോമ്പിനേഷനുകളും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നൽകാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോഴ്സുകളും അതുപോലെ തന്നെ സ്കൂളുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് നൽകാവൂ. അതായത് അപ്പോൾ ഒരു സയൻസ് പഠിക്കാൻ, ബയോളജി സയൻസ് ആണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ആദ്യം എല്ലാ സ്കൂളുകളിലേക്കും സയൻസ് നൽകിയ ശേഷം മാത്രമേ പിന്നീട് ബാക്കിയുള്ള കോഴ്സ് നൽകാവൂ. സയൻസ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഒരു കാരണവശാലും ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പിന്നീട് സ്കൂൾ മാറ്റത്തിനും കോഴ്സ് മാറ്റത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1ാമത്തെ ഓപ്ഷനുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോഴ്സും കോളേജും മാത്രമേ നൽകാവൂ. കാരണം മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികൾക്കും സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ആ ഒരു
വിദ്യാർത്ഥികൾ അറിയാതെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സിൽ അലോട്ട്മെന്റ് കിട്ടി പിന്നീട് മാറാൻ പറ്റാത്ത ഒരു അവസരമൊക്കെ അതായത് ആ ഒരു രീതിയിലുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന സ്കൂളും കോഴ്സും മാത്രമേ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അതായത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോഴ്സും കോളേജ് മാത്രമേ ആദ്യത്തെ ഓപ്ഷൻസ് ആയിട്ട് നൽകാവൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം നൽകുക. കാരണം പിന്നീട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷനിൽ നൽകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, അതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, തെറ്റിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു താല്പര്യമുള്ള കോഴ്സും അതുപോലെ സ്കൂളുകളും നൽകുന്ന സമയത്ത് താല്പര്യമുള്ള കോഴ്സിനാണ് ഫസ്റ്റ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമില്ലാത്ത കോഴ്സോ സ്കൂളുകളോ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പാടുള്ളതും അല്ല. കാരണം പിന്നീട് കോഴ്സ് മാറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ചെയ്യേണ്ടത് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ SSLC തോറ്റ് കഴിഞ്ഞാലും SSLC സേ പരീക്ഷ എഴുതി നിങ്ങൾക്ക് +1 അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതുവഴി അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിലൊക്കെ താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.